ചായക്കടി ഉണ്ടാക്കാൻ ഇനി മുതൽ നമുക്ക് ചായക്കപ്പ് മതിയേ. അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി, ഒരു പിടി ചിരവിയ തേങ്ങയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് വഴറ്റി ഈ ഒരു കളറാകുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. അതേ പാനിൽ ഒരു ഉരുള ശർക്കര ഇട്ട് അരക്കപ്പ് വെള്ളവും ചേർത്ത് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് റവയെടുത്ത അതേ കപ്പിന് അവലും നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റിയ തേങ്ങാ മിക്സും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചെറു ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിളക്കി ബാക്കി ശർക്കരപ്പാനിയും ചേർത്ത് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അവലും റവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മിക്സ് ഒന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ഈ മിക്സ് കിട്ടാനായിട്ട്. ഇനി പേപ്പർ കപ്പിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് മിക്സ് ഫില്ല് ചെയ്യണം. ശേഷം കുറച്ച് ഭംഗിക്കായിട്ട് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റീമറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഈ പേപ്പർ കപ്പ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇതിൽ ഇഡലിത്തട്ടിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താലും മതി. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഗ്ലാസ്സിൽ നിന്ന് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ കേക്ക് വരും. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.